കർണാടകയിൽ നിന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു ആന ഇറങ്ങി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഒരാൾക്ക് ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു. പയ്യമ്പള്ളി സ്വദേശി അജിക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായത്. അതീവ ദാരുണമായ സംഭവം. കമൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. കമൽ, വനം വകുപ്പ് ഈ ആനയ്ക്ക് പുറകിലുണ്ടോ? ഈ ആനയെ കാട് കയറ്റുന്ന ദൗത്യം അത് ഏതുവരെയായി? ഇപ്പോഴും എന്താണ് നമ്മുടെ സംസ്ഥാന വനം വകുപ്പ് ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയുന്നത്? സേതു, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രി മുതൽ അല്ലെങ്കിൽ പുലർച്ചെ മുതൽ 1 മണി മുതൽ തന്നെ ഈ ആനയുടെ പിന്നാലെയുണ്ട്. ആനയെ സുരക്ഷിതമായി കാട് കയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. ജനവാസ മേഖലയിൽ നിന്ന് വനത്തിന്റെ ഡയറക്ഷനിലേക്ക് ആനയെ ഓടിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞു. വനം ഏതാണ്ട് 1/2 കിലോമീറ്ററോ 1 കിലോമീറ്ററോ അകലെ ഉള്ളപ്പോഴാണ് ആന ഇത്തരത്തിൽ ഒരു ഒരാളെ ആക്രമിച്ചത്. അതുവരെ സേഫായി ആനയെ എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ കാട്ടിലേക്ക് കയറും അല്ലെങ്കിൽ കുറച്ചു ദൂരം കൂടി പോയാൽ വനം എത്തും എന്ന ഒരു ഘട്ടത്തിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉയരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഇത്തരത്തിലൊരു ആന ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അത് വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ തണ്ണീർക്കൊമ്പനും ഇതേപോലെ തന്നെയായിരുന്നു. തണ്ണീർക്കൊമ്പന്റെ സിഗ്നലുകൾ അന്ന് രാവിലെ നമ്മൾ മാനന്തവാടിയിൽ നിന്നൊക്കെ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ റേഡിയോ കോളർ സിഗ്നൽ ലഭ്യമായതെന്നാണ് വനംവകുപ്പ് പിന്നീട് വിശദീകരിച്ചത്. നമ്മളൊക്കെ വിചാരിച്ചത് മുൻപ് തന്നെ അതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നായിരുന്നു. പക്ഷേ അത് വനംവകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചത് അന്ന് രാവിലെ മാത്രമാണ് ലഭ്യമായതെന്നാണ്. ഈ ആനയുടെ കാര്യത്തിലാണെങ്കിൽ ഈ വളരെ വൈകിയാണ് സിഗ്നലുകൾ ലഭിക്കുന്നത്. ഇടവേളകളിലാണ് സിഗ്നൽ ലഭിക്കുന്നത്. അതിന്റെ പ്രശ്നം ഇതാണ്: ആന്റിനയും റിസീവറും ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ലൈവായി ദൃശ്യങ്ങൾ ലഭിക്കും. ഇന്റർനെറ്റിൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് GPS മറ്റു സംവിധാനങ്ങളോ ഉപയോഗിച്ചായിരിക്കണം അങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോൾ വളരെ വൈകിയും ഇടവേളകളിലുമാണ് സിഗ്നൽ ലഭിക്കുന്നത്. അതാണ് വനംവകുപ്പിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത്. ഈ കമൽ ഈ പറഞ്ഞതുപോലെ തണ്ണീർക്കൊമ്പൻ ഇറങ്ങി, ആ തണ്ണീർക്കൊമ്പൻ അവിടെ അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ അതെല്ലാം കർണാടക വനംവകുപ്പിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനുശേഷവും വീണ്ടും വീണ്ടും എന്തുകൊണ്ടാവും ഇവർ ഇത്തരത്തിലൊരു നയം സ്വീകരിക്കുന്നത്? ഇത്തരത്തിൽ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പെരുമാറ്റം കർണാടക വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തുകൊണ്ടാവും? നമുക്ക് എങ്ങനെ ആ ഒരു വിഷയത്തെ അനുമാനിക്കാം? അതെന്താണെന്ന് നമുക്ക് വ്യക്തമാവുന്നില്ല. കഴിഞ്ഞ ആഴ്ച പക്ഷേ ആന ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് സംഘത്തെ അയച്ചു. ആനയെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു. പിന്നീടുള്ള കാര്യങ്ങളിലൊക്കെ സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഈ രണ്ടാമത്തെ ആന ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അത് നൽകാൻ തയ്യാറായില്ല. 2 തവണ, ചുരുങ്ങിയത് 2 തവണ ഇവിടെ നിന്ന് കത്തയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആദ്യം ഒരു കത്തയച്ചു, പിന്നീട് ഈ വാർത്താ സമ്മേളനത്തിനൊക്കെ ശേഷം ആന ജനവാസ മേഖലയ്ക്ക് അടുത്തെത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. അത് അറിഞ്ഞപ്പോൾ വയനാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീണ്ടും കർണാടക വനംവകുപ്പിനെ ഔദ്യോഗികമായി ഈ ആന്റിനയും റിസീവറും ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട് കമ്മ്യൂണിക്കേഷൻ നൽകി. പക്ഷെ അതിനും ഇതുണ്ടായില്ല. ഇന്നലെ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ കോയമ്പത്തൂരിലെത്തി അവിടുത്തെ ഒരു NGOയുടെ കയ്യിൽ നിന്ന് ആന്റിനയും റിസീവറും വാങ്ങി 1:30 തിരിച്ച് വയനാട്ടിലെത്തി. പക്ഷെ അപ്പോഴും ഈ സിഗ്നൽ ലഭിക്കാനുള്ള ഫ്രീക്വൻസി കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉപകരണം കൊണ്ട് മാത്രം കാര്യമില്ല. ആ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ആന നാട്ടിലിറങ്ങുന്നതും ഇത്തരത്തിൽ ഒരു മനുഷ്യജീവൻ തന്നെ അപകടത്തിലായതും. അത്യന്തം ദാരുണമായൊരു സംഭവം, ദാരുണമായൊരു വിഷയം തന്നെയാണ് വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. വയനാട്ടിൽ ഇറങ്ങിയ കാട്ടാന, കർണാടകയിൽ നിന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ച് എത്തിയ കാട്ടാന, ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന ആക്രമണം നടത്തി. ആക്രമണത്തിൽ പയ്യമ്പള്ളി സ്വദേശി അജിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ദാരുണമായ സംഭവം, അതിഭയാനകമായ ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആന വീട്ടിലേക്ക് ഇടിച്ചു കയറി, ഗേറ്റ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയ ആന അജിയെ ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നത്. കമലാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. കമൽ തുടരുന്നു. കമൽ, ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് കമൽ? വയനാട്ടിലെ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള അത്യന്തം ദാരുണമായ വാർത്ത അതാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ആന, കർണാടകയിൽ നിന്നെത്തിയ ആന, റേഡിയോ കോളർ ഘടിപ്പിച്ച ആന വയനാട്ടിലെ ജനവാസ മേഖലയിൽ തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയാനകമായ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. ആന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു.